നമ്മൾ ഡിവിഷൻ അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതില് പേജ് നമ്പർ 90 ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ എക്സാമ്പിൾ 22 പറയേണ്ട ആവശ്യമില്ലല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ഡിവിഷൻ അല്ല വരുന്നേ. ടേക്ക് പേജ് നമ്പർ 20, എക്സാമ്പിൾ 23. എക്സാമിന് നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസാ വരിക. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാല് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. ക്വസ്റ്റ്യൻ വായിച്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലായാൽ മാത്രമേ അതിന്റെ ആൻസർ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതിനെന്താ വേണ്ടേ? ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് മനസ്സിരുത്തി വായിക്കാം. വേർഡ് പ്രോബ്ലംസ്, വലിയ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചാൽ മാത്രമേ എന്താ ചെയ്യേണ്ടതെന്ന് കിട്ടുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. എക്സാമ്പിൾ 23. The temperature recorded at 12 noon was 15 degrees Celsius above zero. അതിൽ ഓരോ വേർഡും ക്ലിയർ ആയിട്ട് നോട്ടീസ് ചെയ്യാം. The temperature recorded at 12 noon was 15 degree above zero. If it decreases at the rate of 3 degrees Celsius per hour until midnight, at what time would be the temperature at 9 degrees Celsius below zero? Then one more question is there. What would be the temperature at midnight? എന്തെങ്കിലും മനസ്സിലായോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട്? ഒന്നുകൂടി ഞാൻ വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ടെക്സ്റ്റിൽ നോക്കിക്കോ. ഓരോ വേർഡും നോക്കണേ. The temperature recorded at 12 noon was 15 degrees Celsius above zero. If it decreases at the rate of 3 degrees Celsius per hour until midnight, at what time would the temperature be 9 degrees Celsius below zero? Then what would be the temperature at midnight? Actually, there are two questions. The question explains that ഒരു ദിവസം 12 noon, 12 PM, at 12 PM ടെമ്പറേച്ചർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. That is 15 degrees Celsius above zero. Above zero means എന്താ above zero? Above zero, below zero. നിങ്ങളിപ്പോ രണ്ട് തരത്തിലുള്ള നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ 0ന് താഴെയുള്ള നമ്പേഴ്സും നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ above zero എന്ന് വെച്ചാൽ 0ന്റെ മുകളിലേക്കുള്ള നമ്പേഴ്സ്, that are positive integers. Then below zero means numbers comes just below zero. That means negative integers. Here the temperature is 15 degrees Celsius above zero. That means positive 15 degrees Celsius. Then if it decreases at the rate of 3 degrees Celsius per hour until midnight. Midnight വരെ ഈ ടെമ്പറേച്ചർ, അതായത് 15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഈ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. At which rate? 3 degrees Celsius per hour. What does it mean? 3 degrees Celsius per hour means ഓരോ മണിക്കൂറിലും 3 ഡിഗ്രി സെൽഷ്യസ് വീതം കുറഞ്ഞു വരുന്നുണ്ട്. ഡിക്രീസസ് മീൻസ് കുറയുക. ഓരോ മണിക്കൂറിലും 3 ഡിഗ്രി വീതം കുറയുന്നുണ്ട് ടെമ്പറേച്ചർ. മിഡ് നൈറ്റ് വരെ. ഇപ്പൊ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ അറ്റ് നൂണ്, നട്ടുച്ചയ്ക്ക് 12 മണിക്കുള്ള ടെമ്പറേച്ചർ ആണ് 15 ഡിഗ്രി സെൽഷ്യസ്. അത് കഴിഞ്ഞിട്ട് ഓരോ മണിക്കൂർ കഴിയുന്തോറും 3 ഡിഗ്രി സെൽഷ്യസ് വീതം കുറയുന്നു. മിഡ് നൈറ്റ് 12 മണി, രാത്രി 12 മണി ആവുന്നത് വരെ 3 ഡിഗ്രി സെൽഷ്യസ് വീതം കുറയുന്നു. അങ്ങനെ കുറയുന്ന സമയത്ത് first question is, at what time would the temperature be 9 degrees Celsius below zero? ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്ത് 9 ഡിഗ്രി സെൽഷ്യസ്
below 0. Below 0 means negative integers. Then ഏത് സമയത്തായിരിക്കും -9°C എന്ന് പറയുന്ന ടെമ്പറേച്ചർ നമുക്ക് ഉണ്ടാവുന്നത്? 3°C വീതം കുറഞ്ഞു 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 വരുന്ന സമയത്ത് ഏത് സമയത്തായിരിക്കും, അതായത് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്ന സമയത്തായിരിക്കും -9°C എന്ന് പറയുന്ന ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ കൂടി എവിടെയുണ്ട്. വാട്ട് വുഡ് ബി ദ ടെമ്പറേച്ചർ അറ്റ് മിഡ് നൈറ്റ്? മിഡ് നൈറ്റില് നമുക്ക് ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയായിരിക്കും? 2 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. എങ്ങനെയാ ചെയ്യാ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആർക്കാ പറഞ്ഞുതരാൻ പറ്റുന്നേ? ആർക്കാ പറഞ്ഞുതരാൻ പറ്റുന്ന എങ്ങനെ ചെയ്യാന്ന്? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണോ ക്വസ്റ്റ്യൻ എന്താണ്? ആർക്കാ പറഞ്ഞുതരാൻ പറ്റുന്ന എങ്ങനെ ചെയ്യണ്ടേന്ന്? ആർക്കും അറിയില്ല? ജസ്റ്റ് ഒന്ന് പറയെങ്കിലും ചെയ്തൂടെ എങ്ങനെയാന്ന്? തെറ്റിയാലും കുഴപ്പമില്ലല്ലോ. ടെക്സ്റ്റ് നോക്കണ്ട. ടെക്സ്റ്റ് നോക്കിയാൽ ചിലപ്പോ ഒന്നും മനസ്സിലാവില്ല. അത് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആൻസർ കണ്ടുപിടിക്കാൻ? നോ. അപ്പൊ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? എഴുതാതെ വിടുവോ? ഓക്കെ, ലിസൺ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? The temperature recorded at 12 noon was 15°C. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ആദ്യം നമ്മൾ എഴുതി വെക്കാം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആൻസർ ഷീറ്റിൽ 1 by 1 ആയിട്ട് എഴുതി വെക്കാം. ജസ്റ്റ് പോയിന്റ് പോലെ. Then temperature at noon is equal to 12 12°C. Temperature at noon is 12°C. Then sorry, 12 alla 15. Temperature at noon is 15°C. Above 0. Above 0 means positive 15. Above 0 എന്ന് പറഞ്ഞാല് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആയിരിക്കും. അപ്പൊ പോസിറ്റീവ് °C. Then decreasing rate of temperature. എത്ര decreasing rate? Decreasing rate of
temperature is equal to എത്ര decreasing rate 3 degrees Celsius per hour. 3 degrees Celsius per hour അല്ലേ? ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? At what time would be the temperature be 9 degrees Celsius below zero? എത്ര സമയം കഴിയുമ്പോഴാണ് ടെമ്പറേച്ചർ 9 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത്? അപ്പൊ ഈ 9 ഡിഗ്രി സെൽഷ്യസ് അല്ല, ബിലോ സീറോ, അതായത് -9 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന എപ്പോഴാന്ന് കണ്ടുപിടിക്കണം. ഈ 15 ഡിഗ്രി സെൽഷ്യസ് +15 ഡിഗ്രി സെൽഷ്യസ് -9 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന ടൈമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അത് എത്ര സമയം കൊണ്ട് ആവുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ, അതല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ അറിയാത്ത ഫാക്ടർ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫാക്ടറിനെ നമ്മള് എക്സ് ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യും. അങ്ങനെ എക്സ് വെച്ച് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയാത്ത ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ് ഓർ വൈ ഓർ എ ഓർ ബി, whichever letter you like, ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ലെറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ അറിയാത്ത ഫാക്ടറിനെ ഡിനോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. എക്സ് തന്നെ ഉപയോഗിക്കണമെന്നില്ല, ബട്ട് കോമൺലി വി യൂസ് എക്സ്. ദെൻ ടൈം ടേക്കൺ ടു meet 9 degrees Celsius below zero is equal to x. നമുക്ക് ആ ടൈം അറിയാത്തോണ്ട് നമ്മൾ എന്ത് എഴുതി? എക്സ് എഴുതി. എക്സ് അവേഴ്സ് ആണ് 9 ഡിഗ്രി സെൽഷ്യസ് -9 ഡിഗ്രി സെൽഷ്യസ്, 9 ഡിഗ്രി സെൽഷ്യസ് ബിലോ സീറോ. ദാറ്റ് മീൻസ് -9 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ എത്താൻ വേണ്ടി എക്സ് അവേഴ്സ് എടുക്കുന്നു. ഒരു അവറിൽ എത്ര ടെമ്പറേച്ചർ കുറയുന്നേ? ഡിക്രീസിംഗ് റേറ്റ് തന്നിട്ടുണ്ടല്ലോ. അറ്റ് ദി റേറ്റ് ഓഫ് 3 ഡിഗ്രി സെൽഷ്യസ് പെർ അവർ. ഒരു അവറിൽ 3 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നുണ്ട്. അപ്പൊ എക്സ് അവേഴ്സിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് കുറയും? ഒരു അവറിൽ 3 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. 2 അവറിലാവുമ്പോ 2 × 3 6 ഡിഗ്രി സെൽഷ്യസ് കുറയും. 3 അവേഴ്സ് ആവുമ്പോൾ 3 × 3 9 ഡിഗ്രി സെൽഷ്യസ് കുറയും. അങ്ങനെ എക്സ് അവേഴ്സ് ആവുമ്പോ എത്ര ഡിഗ്രി കുറയും? എക്സ് × 3, that is 3x degree Celsius. Got it? മനസ്സിലായോ? ഇല്ല. Decreasing rate of temperature is 3 degree Celsius per hour. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു അവറില് 3 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് അവേഴ്സ് കൊണ്ട്, എക്സ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ്, എക്സ് അവേഴ്സ് കൊണ്ട് എത്ര ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോ പ്രസന്റ് ടെമ്പറേച്ചർ ഈസ് 15 ഡിഗ്രി സെൽഷ്യസ് അല്ലെ? 12 മണിക്ക് 15 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. അത് 1 മണിയാവുമ്പോ 1 അവർ കഴിഞ്ഞല്ലോ. 1 അവർ കഴിയുമ്പോ 3 ഡിഗ്രി സെൽഷ്യസ് കുറയും അല്ലെ? റേറ്റ് എത്രയല്ലേ തന്നിട്ടില്ലേ? 3 ഡിഗ്രി സെൽഷ്യസ് പെർ അവർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? 3 ഡിഗ്രി സെൽഷ്യസ് പെർ അവർ. അതായത് ഓരോ അവറിലും 3 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. അപ്പൊ 12 മണി എന്നുള്ളത് 1 മണിയാവുമ്പോ ഈ 15 3 മൈനസ് ചെയ്ത് 12 ഡിഗ്രി സെൽഷ്യസ് ആവും 1 അവർ കുറയുമ്പോ. ഇനി 2 അവേഴ്സ് കഴിഞ്ഞാലോ? അഗൈൻ ഡിക്രീസസ് 3 ഡിഗ്രി സെൽഷ്യസ്. ഈ 12ൽ നിന്ന് പിന്നെയും 3 ഡിഗ്രി സെൽഷ്യസ് കുറയും. അപ്പൊ എത്രയാവും? 9 ഡിഗ്രി സെൽഷ്യസ് ആവും അല്ലെ? അങ്ങനെ
ഓരോ അവർ കഴിയുമ്പോഴും ഇപ്പൊ 12 കഴിഞ്ഞു 1 2 3 4 5 6 അങ്ങനെ ഓരോ അവർ കഴിയുമ്പോഴും എന്താവുന്നുണ്ട് 3 ഡിഗ്രി സെൽഷ്യസ് വീതം കുറഞ്ഞു 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 വരുന്നുണ്ട്. അങ്ങനെ എക്സ് അവേഴ്സ് കഴിയുമ്പോഴാണ് -9 ഡിഗ്രി എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ നമ്മൾ എത്തുന്നത്. It may be x may be 2 3 4 5 6 any number, any hours. x എന്ന് പറയുന്ന അവേഴ്സ് കഴിയുമ്പോഴാണ് നമ്മൾ ഈ 15 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ടെമ്പറേച്ചറിന് നമ്മൾ എവിടേക്ക് എത്തുന്നത്? -9 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്ക് എത്തുന്നത്. ആ ടെമ്പറേച്ചറിലേക്ക് എത്താൻ വേണ്ടി എത്ര അവേഴ്സ് കഴിഞ്ഞാലാണ് ഈ ഒരു ടെമ്പറേച്ചർ എത്തുന്നതെന്നാ ക്വസ്റ്റ്യൻ. അപ്പൊ എക്സ് അവേഴ്സ് എന്നല്ലേ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നേ. ഈ എക്സിന്റെ വാല്യൂ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഓരോ അവർ കഴിയുമ്പോഴും 3 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എക്സ് അവേഴ്സ് കഴിയുമ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് കുറയും? എക്സ് ഇൻറ്റു 3 ഡിഗ്രി സെൽഷ്യസ് കുറയുമല്ലോ. എക്സ് അവേഴ്സ് കഴിയുമ്പോൾ 1 അവർ കഴിയുമ്പോൾ 1 ഇൻറ്റു 3 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. 2 അവേഴ്സ് കഴിയുമ്പോൾ 2 ഇൻറ്റു 3 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. 3 അവേഴ്സ് കഴിയുമ്പോൾ 3 ഇൻറ്റു 3 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞ് എക്സ് അവേഴ്സ് കഴിയുമ്പോൾ എക്സ് ഇൻറ്റു 3 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. ഏതിൽ നിന്ന് കുറഞ്ഞു? പ്രസന്റ് ടെമ്പറേച്ചർ ആയ ഈ 15 ഡിഗ്രി സെൽഷ്യസ് എക്സ് ഇൻറ്റു 3 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞിട്ട് നമ്മൾ എവിടെ എത്തി? -9 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ എത്തി. ഓക്കെ, time taken to make 9 degrees Celsius below 0 is equal to x. Then rate എത്രയാ തന്നിരിക്കുന്നേ? 3 degrees Celsius per hour. Then temperature after x hours is equal to 15 degrees Celsius minus 15 degrees Celsius minus x into 3. That is equal to 9 degree below 0. അല്ലേ? That is -9. ഇപ്പൊ എഴുതിയ ഈ ഒരു ഇക്വേഷൻ മനസ്സിലായോ? ടെമ്പറേച്ചർ ആഫ്റ്റർ എക്സ് അവേഴ്സ് is equal to 15 minus x into 3. That is equal to -9. എന്തുകൊണ്ടാണ് നമ്മൾ 15 മൈനസ് ചെയ്യുന്നത്? 15 is the current temperature, that is at noon. At 12 noon, the temperature is 15 degrees Celsius. Then after x hours, the temperature is decreased to -9. X hours ന് ശേഷം ടെമ്പറേച്ചർ -9 എത്തി. ആ എക്സ് അവേഴ്സ് എന്ന് പറയുന്ന ആ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് 15 എത്രയോ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടാണ് -9 എത്തിയത് അല്ലെ? അത് ഓരോ മണിക്കൂറിലും 3 അവേഴ്സ് വീതം കുറയുന്നുണ്ട്. അപ്പൊ എക്സ് അവേഴ്സിൽ എക്സ് ഇൻറ്റു 3 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് -9 കിട്ടിയത്. അപ്പൊ ഇതൊന്നും കൂടി മാറ്റി എഴുതിയാല് 15 മൈനസ് ഈ എക്സ് ഇൻറ്റു 3 എന്നുള്ളത് നമുക്ക് 3x എന്ന് മാറ്റി എഴുതാം. is equal to -9. 15 minus 3x is equal to -9. ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു അൺനോൺ ഫാക്ടറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? Can you find out the value of x? ചെയ്യാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റുമോ?
വേണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. 15 minus 3s is equal to -9. ഇനി നമുക്ക് പോസിറ്റീവ് സംഖ്യകളൊക്കെ, പോസിറ്റീവ് ഇന്റിജേഴ്സ് ഒക്കെ ഈക്വൽ സൈൻ്റെ ഒരു സൈഡിലും നെഗറ്റീവ് ഇന്റിജേഴ്സ് ഒക്കെ വേറെ സൈഡിലും കൊണ്ടുവെക്കാം. അങ്ങനെ വെക്കുമ്പോ എന്ത് വരും? സോറി, പോസിറ്റീവ് നെഗറ്റീവ് അല്ല, എക്സ് എന്ന് പറയുന്ന ഫാക്ടർ വരുന്ന ആ ഒരു ടേം ഈക്വൽ സൈൻ്റെ ഒരു സൈഡിൽ വെക്കുക, എക്സ് ഇല്ലാത്ത ടേംസ് ഒക്കെ ഈക്വൽ സൈൻ്റെ മറ്റേ സൈഡിൽ വെക്കുക. അപ്പൊ ഇവിടെ എക്സ് 3ന്റെ കൂടെ അല്ല വരുന്നേ, 3x, 3ന്റെ കൂടെയാണ് എക്സ് വരുന്നേ. അതിന്റെ സൈൻ ഇവിടെ മൈനസ് ആ അല്ലെ, -3x അല്ലേ ഇവിടെ വരുന്നത്. ഈ -3xനെ ഈക്വൽ സൈൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ +3x ആവുമല്ലോ. ആവോ? ഈക്വൽ സൈനിന്റെ ഒരു സൈഡിലുള്ള മൈനസ് നെഗറ്റീവ് സൈൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആയിട്ട് മാറുന്നു നിങ്ങൾക്ക് അറിയാലോ? അറിയോ? യെസ്. അപ്പോ ഈ -3xനെ നമുക്ക് ജസ്റ്റ് ഈക്വൽ സൈനിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. അതേപോലെ ഈക്വൽ സൈനിന്റെ അടുത്ത സൈഡിലുള്ള -9 ഉണ്ടല്ലോ, ആ -9ന്റെ ഈക്വൽ സൈനിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ അത് പോസിറ്റീവ് ആവില്ലേ? ആവൂലേ? അപ്പൊ ജസ്റ്റ് നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാല് 15 ഈ -9നെ നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ സൈനിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാല് +9 ആയി. +9 ആയി. അത് കഴിഞ്ഞിട്ട് ഈ -3xനെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോ +3x ആയി. ഇപ്പൊ എന്ത് കിട്ടി? 15 + 9 is equal to 3x. അപ്പൊ ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാലോ. ഈക്വൽ സൈൻ്റെ ഒരു സൈഡിലല്ലേ എക്സ് ഉള്ളൂ, മറ്റേ സൈഡിൽ എക്സ് ഇല്ലാത്ത വാല്യൂ, എക്സ് ഇല്ലാത്ത ടേംസ് അല്ലേ. 15 + 9 എത്രയാ? 24. 24 is equal to 3x. ഇനി ഇതിന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? 3 into x ആണ് 3x. അപ്പൊ ഈ 3നെ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. എക്സ് മാത്രം അവിടെ നിർത്തുക. 3നെ ഈക്വൽ സൈൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോ ഇൻറ്റു ആയതുകൊണ്ട് ഓപ്പോസിറ്റ് വരുമ്പോ ഡിവൈഡഡ് ബൈ എന്ന് വരും. അപ്പൊ 24 ഡിവൈഡഡ് ബൈ 3, 24 divided by 3 is equal to x. That gives 24 divided by 3 എന്ന് പറഞ്ഞാല് 8. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 8 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ 8 എന്ന് കിട്ടി. ഓക്കെ, അതായത് എക്സിന്റെ വാല്യൂ 8 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 8 hours കഴിയുമ്പോഴാണ് ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് എന്ന് -9 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്ക് എത്തുന്നത്. അതാണ് ഇവിടെ എക്സ് ഈക്വൽ ടു 8 എന്നുള്ള വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് ടെമ്പറേച്ചർ 9 ഡിഗ്രി ബിലോ 0 എത്തുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. അതായത് 8 hours കഴിയുമ്പോഴാണ് 15 ഡിഗ്രി സെൽഷ്യസ് നിന്ന് ടെമ്പറേച്ചർ 0ന് താഴെ 9 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത്. അതായത് -9 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന ടെമ്പറേച്ചർ ആണ്, സോറി ടൈം ആണ് 8 മണിക്കൂറിന് ശേഷം. 8 മണിക്കൂറിന് ശേഷം എന്ന് പറഞ്ഞാല് 12 മണി കഴിഞ്ഞിട്ട് എത്ര സമയമായിരിക്കും അത്? 12 മണി കഴിഞ്ഞിട്ട് 1 മണിക്കൂറിന് ശേഷം എന്ന് പറഞ്ഞാൽ 1 മണി, 2 മണിക്കൂറിന് ശേഷം എന്ന് പറഞ്ഞാൽ 2 മണി, 3 മണിക്കൂറിന് ശേഷം എന്ന് പറഞ്ഞാൽ 3 മണി. അപ്പൊ 8 മണിക്കൂറിന് ശേഷം എന്ന് പറഞ്ഞാൽ എത്ര മണിയായിരിക്കും? 8 മണി. 8 മണിയായിരിക്കും. 8 മണി എന്ന് പറഞ്ഞാൽ രാവിലെയാണോ രാത്രിയാണോ? അതെങ്ങനെ മനസ്സിലാവും? We have the temperature at 12 noon. ഉച്ചയ്ക്ക് 2 മണിക്കുള്ള ടെമ്പറേച്ചർ തന്നെ. അപ്പൊ ഉച്ചയ്ക്ക് 2 മണിക്ക് എന്ന് പറയുമ്പോ അത് കഴിഞ്ഞിട്ട് 8 മണിക്കൂർ കഴിയുമ്പോ രാത്രിയായിരിക്കും അല്ലെ?
ഉച്ചക്ക് 2 മണി 12 മണി കഴിഞ്ഞിട്ട് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും വൈകുന്നേരം ആയി, പിന്നെ രാത്രിയല്ലേ ആവുന്നേ. അപ്പൊ രാത്രി 8 മണിക്കായിരിക്കും -9 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ നമ്മൾ എത്തുന്നത്. So the answer for the first question is the temperature will reach at 9 degrees Celsius below 0 after 8 hours. That is at 8 PM. അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് 15 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഓരോ മണിക്കൂറും 3 ഡിഗ്രി സെൽഷ്യസ് വീതം ഡിക്രീസ് ചെയ്ത് 8 മണിക്കൂറിന് ശേഷം രാത്രി 8 മണിക്കായിരിക്കും ടെമ്പറേച്ചർ -9 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഒരു മിനിറ്റ്, എല്ലാവരുടെ മുഖം ഞാൻ ഒന്ന് നോക്കട്ടെ, എന്നാ മനസ്സിലാവും ക്ലിയർ ആയോ. ഫെയ്ത്ത് വീഡിയോ ഓൺ ചെയ്തേ. മനസ്സിലായായിരുന്നോ? ശ്രേയക്ക് മനസ്സിലായോ? ഫെയ്ത്തിന് മനസ്സിലായോ? ആൻമരിയക്ക് മനസ്സിലായോ? ഓക്കെ. ഷോണിന് മനസ്സിലായോ? ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അവിടെ. എന്താ? വാട്ട് വുഡ് ബി ദി ടെമ്പറേച്ചർ അറ്റ് മിഡ് നൈറ്റ്? രാത്രി മിഡ് നൈറ്റില് എത്രയായിരിക്കും ടെമ്പറേച്ചർ? അതെങ്ങനെ കണ്ടുപിടിക്കും? മിഡ് നൈറ്റ് എന്ന് പറയുമ്പോ 12 o'clock at night അല്ലേ? അതായത് 12 o'clock at noon കഴിഞ്ഞിട്ട് ആഫ്റ്റർ 12 hours, ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞിട്ട് 12 മണിക്കൂർ കഴിയുമ്പോഴാണ് മിഡ് നൈറ്റ് വരുന്നത്, അല്ലേ? ആണോ? 12 മണി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞിട്ട് പിന്നെ 12 മണിക്കൂർ കഴിഞ്ഞാലല്ലേ രാത്രി 12 മണിയാവുന്നേ. രാത്രി 12 മണി ആവുന്നതിനെയാണ് മിഡ് നൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ്. അതിൽ നിന്ന് ഓരോ മണിക്കൂറും 3 ഡിഗ്രി സെൽഷ്യസ് വീതം കുറഞ്ഞിട്ട് രാത്രി 12 മണിയാകുമ്പോ എത്ര ടെമ്പറേച്ചർ ആവുന്നു? അതായത് 12 മണിക്കൂർ കൊണ്ട് മൈനസ് ആവുന്ന ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 into 3. ഒരു മണിക്കൂറിൽ 3 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു, 2 മണിക്കൂറിൽ 6 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു, 3 മണിക്കൂറിൽ 9 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. അങ്ങനെ 12 മണിക്കൂറിൽ 12 into 3 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. അങ്ങനെ ആവുമ്പോഴല്ലേ മിഡ് നൈറ്റിലുള്ള ടെമ്പറേച്ചർ കിട്ടുന്നേ, അല്ലേ? That is equal to 15 minus 12 into 3 is equal to 12 into 3 is equal to 36. Then 15 minus 36 is equal to എത്രയാ? -21. അതായത് രാത്രി 12 മണിക്ക് -21 ആയിരിക്കും, 21 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ടെമ്പറേച്ചർ വരുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് +15 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിൽ നിന്ന് ഓരോ മണിക്കൂറും 3 ഡിഗ്രി സെൽഷ്യസ് വീതം കുറഞ്ഞാൽ രാത്രി 12 മണി ആകുമ്പോഴത്തേക്കും -21 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ടെമ്പറേച്ചർ. മനസ്സിലായോ? മനസ്സിലായോ?
ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ആ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിക്കാം. എന്നിട്ട് അത് നോട്ടിലേക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ അതിന്റെ ആൻസർ ഒന്ന് എഴുതാം. ടെക്സ്റ്റ് നോക്കണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു തന്നപ്പോ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടിയിട്ടില്ലേ? അതുപോലെ നിങ്ങൾ എങ്ങനെയാണോ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാന്നുള്ളത് പോലെ നിങ്ങൾ നോട്ടിൽ എഴുതി ആൻസർ കണ്ടുപിടിച്ചിട്ട് എനിക്ക് അയച്ചു തരാം. അത് ഇന്നത്തെ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ നോക്കി എഴുതാ, എന്നിട്ട് നിങ്ങളുടെ സ്വന്തം രീതിയിൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ടെക്സ്റ്റിൽ നോക്കി കണ്ടുപിടിക്കണ്ട. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യോ അതുപോലെ നിങ്ങൾ നോട്ടിൽ ആൻസർ ചെയ്യുക. എന്നിട്ട് അതെനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാം. പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി. ഓക്കെ, അതാണ് ഇന്നത്തെ ഹോംവർക്ക് കേട്ടോ. വേറെ ഹോംവർക്ക് ഒന്നും ഇല്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബൈ.